ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹീലിംഗ് അഡ്ജസ്റ്റബിൾ ടാറോട്ട് മലയാളം. നമ്മളിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ബഹ്റൈനിലെ മിസൈൽ ആക്രമണം, അതായത് ഇസ്രായേലിൽ ഇറാഖ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താണ് ഈ ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും സേഫാണ്, ഞാനും സേഫാണ്. അതുകൊണ്ട് നമുക്കിന്ന് ലോങ് റീഡിങ് ആണെങ്കിൽ പോലും അത്ര ഒരുപാട് ലോങ് ആക്കണില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. എനിക്കറിയാം ഒരുപാട് പേര് വീഡിയോസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന്. സോ നമ്മളിന്ന് ചെറിയൊരു റീഡിംഗ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇതറിഞ്ഞിട്ട് എന്നെ വിളിച്ച് മീൻസ് എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് എടുത്തേക്കുന്ന ഒരു 3-4-5 പേരുണ്ട് ഈ 2-3 ദിവസം കൊണ്ട്. അവരെല്ലാവരും തന്നെ എന്നെ വിളിച്ചു, എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു, ഞാൻ സേഫാണോ എന്ന് തിരക്കി. ഒരുപാട് സന്തോഷം, കാരണം പലരും ഇത് അറിയാത്തവരുണ്ട്. പക്ഷെ അറിഞ്ഞപ്പോൾ തന്നെ വിളിച്ച 3-4 പേരുണ്ട്. എനിക്ക് പേരെടുത്ത് പറയണമെന്നുണ്ട്. പിന്നെ ഒരു ഇക്കയുണ്ട്, ആ ഇക്കയൊക്കെ വിളിച്ച് അന്വേഷിച്ചു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് അറിഞ്ഞ ഉടനെ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചതിൽ. സോ നമുക്ക് റീഡിങ് നോക്കാം. നമ്മളിന്ന് നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ പേഴ്സൺ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് കൺഫേം നോക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ ഔട്ട്കം എന്താണ്, ദെൻ ഡിവൈൻ ഗൈഡൻസ് എന്താണ്, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ പേഴ്സൺ ഇടയിൽ ഉണ്ടാക്കുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് ഓർക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ആ ടൈം തൊട്ട് നിങ്ങൾക്ക് റിസണേറ്റ് ആയി തുടങ്ങും. സോ നമുക്ക് റീഡിംഗ് നോക്കാം. യൂണിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? ദ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം കാർഡ്സ് എല്ലാം എടുക്കാം, ദെൻ ഒരുമിച്ച് അങ്ങ് റീഡ് ചെയ്ത് നോക്കാം. ഒരുപാട് ടൈം കളയാനില്ല. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? 3 ഓഫ് കപ്സ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ പക്ക ക്ലിയർ. കാർഡ് താഴെ പോയി എടുത്തു വെച്ചതാണ്. നല്ല പേടിയുണ്ട്, അതിൻ്റെ ഇടയിലാണ് ഈ റീഡിങ് എടുക്കാൻ വന്നിരുന്നത്. റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? 7 ഓഫ് സ്വോർഡ്സ്, എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ ഔട്ട്കം എന്താണ്? ജസ്റ്റിസ്, ഡിവൈൻ ഗൈഡൻസ് എന്താണെന്നും കൂടി നോക്കിയേക്കാം നമുക്ക്. റിലേഷൻഷിപ്പിന് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്? 3 കാർഡ് വേണം, സോ നമ്മൾ 3 കൊടുക്കണില്ല. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ കൊടുക്കാനുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്? ക്യൂൻ ഓഫ് കപ്സ് അല്ല, ക്യൂൻ ഓഫ് സ്വോർഡ്സ് ഗൈഡൻസ് ആണ്. ഫോണെല്ലാം മെസ്സേജ് വരുമ്പോൾ തന്നെ പിരിയും. ഓക്കെ, അപ്പം നമുക്ക് കാണിച്ചൊക്കെ ഒന്ന് നേരെ വെച്ച് ക്ലിയർ ആക്കിയിട്ട് പറയാം. ഇവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ സൈനാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അതായത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, ദെൻ ജെമിനി, ലിബ്ര, അക്വേറിയസ്. എയർ സൈൻ ആക്റ്റീവാണ്. വാട്ടർ എയർ സൈനാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും എയർ വാട്ടർ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ വാട്ടർ ആ ഒരു കോമ്പിനേഷനിലായിരിക്കാം പോകണ്ടാവുക.
ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് സൈലൻസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളിൽ ആരും ഒരാൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒരു സീക്രട്ടീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൾ തുറന്ന് സംസാരിക്കാൻ ഇവിടെ തയ്യാറല്ല, സെൻസിറ്റീവ്. ഇവിടെ നമുക്ക് ഡിവൈൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ്. അതായത് നിങ്ങളുടെ ഇതിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. എന്താണ് ഇപ്പം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നല്ല രീതിക്ക് ഇമോഷൻ ഉണ്ട്, പക്ഷേ ഇമോഷൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളിൽ ഒരാൾ ഇരിക്കുന്നത്. കാരണം നിങ്ങൾ ആ ഇമോഷൻ ഒന്നും തുറന്ന് കാണിക്കാനായിട്ട് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഡിവൈൻ ഫെമിനൻ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങളായിരിക്കാം നിങ്ങളുടെ ഇമോഷൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണോട് തുറന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കേണ്ടാവില്ല. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ സീക്രട്ടീവായിട്ട് വെച്ചിരിക്കുന്ന എന്നതിനേക്കാളും തുറന്ന് പറയാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. 3 ഓഫ് കപ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്സിൻ്റെ കാർഡ് നമുക്കറിയാം എപ്പോഴും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്ന കാർഡാണ്. ചിലപ്പോൾ ഇത് തേർഡ് പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇത് ഒരു അഫെയർ തന്നെ ആവണം എന്നില്ല. ഇവിടെ ഒരു സ്ട്രോങ് ആയ അഫെയറൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു അഫെയർ ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ പറയുണ്ടാവും, നീ അവളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ പറ്റില്ല എന്നൊക്കെ ചില ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഉള്ളത് അതായത് ഒരു മാരിറ്റൽ അഫെയർ ഒക്കെയാണ് നിങ്ങൾ തമ്മിലെങ്കിൽ ചിലപ്പോൾ ഫാമിലി കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടാവുക. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അതിനകത്ത് ഈ പറയുന്ന പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ അല്ല തേർഡ് പാർട്ടി ആയിട്ടും ഉള്ളത്. നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പം മൂവ് ചെയ്തേക്കണേന്ന്. കാരണം ആൾക്ക് നല്ല രീതിക്ക് ഒരു ഫിയർ ഉണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. മീൻസ് ആൾ നിങ്ങളെ ചതിച്ചിട്ട് പോവുകയാണെന്നല്ല ഞാൻ ഇവിടെ പറയണത്. ആൾക്ക് എന്താ പറയുക, ചിലപ്പോൾ ഇത് ഒരു മിററേ ഉണ്ടാവും. ചിലപ്പോൾ ആൾ അങ്ങോട്ടേക്ക് ചിന്തിക്കേണ്ടതായിരിക്കാം നിങ്ങൾ ആളെ ചതിച്ചിട്ട് പോവുകയാണെന്നുള്ള രീതിയിൽ. മനസ്സിലായോ? ഇവിടെയും നമുക്ക് സീക്രട്ടീവിൻ്റെ നേച്ചർ കാണാൻ പറ്റുന്നുണ്ട്. 7 ഓഫ് സോർഡ്സിൻ്റെ കാർഡാണ്. ആൾക്കൂടെ കണ്ടോ, ഇവിടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ തിരിഞ്ഞ് നിങ്ങളെ നോക്കണുണ്ട്. ഇവിടെ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ തേർഡ് പാർട്ടി ഉണ്ട്, എത്രയൊക്കെ തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടിയോ ഫോർത്ത് പാർട്ടിയോ എത്ര തന്നെ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് നടക്കുന്നത്. ആളുടെ കണ്ണ് എപ്പോഴും നിങ്ങളുടെ മേത്ത് തന്നെയാണ്. മീൻസ് നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആളിപ്പോൾ ചിലപ്പോൾ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടായിരിക്കാം തേർഡ് പാർട്ടിയുടെ കൂടെ പോയേക്കുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഒരു ഹാപ്പിനെസ് ഇല്ല. ആൾ 24/7 നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചോയ്സ് ഉണ്ട് ഇവിടെ. ആ ചോയ്സാണ് ഈ കാണുന്നത്. പക്ഷേ എന്തൊക്കെ ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മതി. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് ആൾക്കത് പറയാൻ പേടിയാണ്. പക്ഷെ ചിലരോടൊക്കെ ചില പേഴ്സൺ, അതായത് ചിലരുടെയൊക്കെ പേഴ്സൺ പകുതി പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ ഒന്ന് ഒരു ക്ലൂസ് ഒക്കെ തന്നിട്ടുണ്ടാവാം. ചിലരോട് അത് ഓപ്പൺലി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ആൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതാണ് സത്യം. ഫുള്ളി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോയാലോ, അതാണ് നിങ്ങളുടെ പേഴ്സണോട് പേടിക്കുന്നത്. ദെൻ നമുക്കിവിടെ ഒരു ആക്ഷൻ നോക്കുമ്പോൾ ജസ്റ്റിസിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കൊരു ആക്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫെയറിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വരും. കാരണം ഇവിടെ ക്ലാരിറ്റി വരും. തേർഡ് പാർട്ടിയാണോ നിങ്ങളാണോ വേണ്ടതെന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ലാരിറ്റി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇക്വാലിറ്റി, ഇതുവരെ നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോ കമ്മിറ്റ്മെൻറ്റ്സോ തന്നിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ്സും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ തരും. നിങ്ങളുടെ കണക്ഷൻ ഒരു ബാലൻസിലേക്ക് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഡിവോഴ്സോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും കാണണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ടായിരിക്കും കാണണ്ടാവുക. പക്ഷേ ആ ഒരു ഇതിലൊക്കെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കണതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിവോഴ്സ് വേണം എന്നുള്ളവരാണെങ്കിൽ ഇവിടെ ഒരു എസ് കാർഡാണ്, നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടും. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ചിലരിവിടെ 11 നമ്പർ കാണണ്ടാവുക. അതായത് ഒരു സ്പിരിച്വൽ എന്താ പറയുക ഒരു കണക്ഷനും കൂടിയാണിത്. നിങ്ങളുടെ ഈ കണക്ഷൻ ബാലൻസിലേക്ക് വരും. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും, പോസിബിൾ ആണ്. തേർഡ് പാർട്ടി അത്ര സ്ട്രോങ് തേർഡ് പാർട്ടി ഒന്നുമല്ല.
ഞാൻ പറഞ്ഞു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളത് അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടേക്ക് യാതൊരുവിധ സ്നേഹമോ കാര്യങ്ങളില്ല. ചിലർക്ക് അത് സൊസൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം. ചിലർക്ക് അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും, ചിലർക്ക് അത് ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരു മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. ചിലർക്ക് ഫിനാൻസ് ആവും, ചിലർക്ക് കരിയർ ആവും, അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവും തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ. ദെൻ നമുക്ക് ഇവിടെ ഡിവൈൻ അഡ്വൈസ് നോക്കുമ്പോൾ, നമുക്ക് ഗൈഡൻസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ക്യൂൺ ഓഫ് സ്വോർഡ്സ് ആണ്. അതായത് നിങ്ങളോട് പറയണത് നിങ്ങളോട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാനാണ് ഇവിടെ ക്യൂൺ ഓഫ് സ്വോർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരു ക്ലിയർ ബൗണ്ടറീസ് വെക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്. അതായത് എല്ലാ കാലം എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ പേഴ്സൺ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ബെഗ് ചെയ്ത് ചെല്ലാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വാല്യൂവും വേർത്തും മനസ്സിലാക്കി ഒരു ക്യൂൺ ഓഫ് സ്വോർഡ്സിൻ്റെ ഇതിലിരിക്കുക. ഈ ക്യൂൺ ഓഫ് സ്വോർഡ്സ് ഇരിക്കുന്നുണ്ടോ, എനിക്കങ്ങ് ആരുടെ ഒന്നും ചോദിച്ച് ചെല്ലാൻ പറ്റില്ല, വേണമെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വാന്നുള്ള രീതിയിൽ കയ്യിൽ ആളും പിടിച്ചിരിക്കുന്നത്. സോ ആ ഒരു പവറിലിരിക്കുക. ആ പവറിലിരിക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളായിട്ട് കണക്റ്റ് ആവുണ്ടാവും. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വെക്കുക. ഇടയിൽ ഒരാൾ ഇടയിലേക്ക് നിർത്താതിരിക്കാം. ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാമതൊരു പേഴ്സണെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുത്താതിരിക്കാം. കാരണം മൂന്നാമതൊരാൾ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് വരുമ്പോഴായിരിക്കും ആ റിലേഷൻഷിപ്പ് കയ്യിൽ നിന്ന് പോവുക. ഇത്രയും മോശമാവണത് അപ്പോഴായിരിക്കും. മീൻസ് അയാളിപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് സംസാരിക്കും, പിന്നെ നമ്മുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാഷ് ആയി ആകെപ്പാട് നാശമായിപ്പോയി നമ്മുടെ റിലേഷൻഷിപ്പ്. സോ ഞാൻ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കോട്ടെ, ഞാൻ ഒരാളെ നിർത്തി സംസാരിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം മൂന്നാമതൊരാൾ വന്ന് ആ റിലേഷൻഷിപ്പ് മോശമാവുന്നു. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കണ്ട. കുറച്ചൊക്കെ നിങ്ങളൊന്ന് പുറകോട്ട് നിൽക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. കുറച്ചൊക്കെ ബൗണ്ടറീസ് വെച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും അല്ലാത്ത നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹം, നിങ്ങൾ ബൗണ്ടറീസ് വെച്ച് പെരുമാറുമ്പോഴുള്ള സ്നേഹം എന്താ നിങ്ങൾക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഗൈഡൻസിൽ പറയുന്നത് എന്താ, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ അസംഷൻ വെച്ചിട്ട് നിങ്ങൾ പെരുമാറാതിരിക്കുക. ദെൻ നിങ്ങൾ തമ്മിൽ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്പോൾ നല്ല ഒരു ഔട്ട്കം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പ് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. എൻ്റെ റീഡിംഗ് ഇന്ന് ഇത്രയേ ഉള്ളൂ, വലിച്ചു നീട്ടുന്നില്ല. റീഡിംഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എല്ലാവരും ഞാൻ ഇവിടെ ബഹ്റൈനിലുള്ള ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എനിക്ക് വീണ്ടും നന്ദി പറയാനുള്ള, എന്നെ വിളിച്ച് ഈ സമയത്തും വിളിച്ച് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് അവരോട് ഒരുപാട് നന്ദി. താങ്ക് യു. ദെൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയണില്ല, എന്നാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. നമ്മളിവിടെ ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നെ റീഡിങ് എടുക്കും. അതുവരെ റീഡിംഗ് ഒന്നും എടുക്കണതില്ല. സോ അടുത്ത റീഡിങ്ങിൽ കാണാം. ബൈ.